ഞാൻ എൻ്റെ ഖുർആനിലൊക്കെ എടുത്തിട്ടില്ല. എങ്ങോട്ട് നിൽക്കണം ആറല്ലേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. എന്ത് ചെയ്യണം? അലാമ് വ്യക്തമാക്കി ഓതണം. പിന്നെ അൻസലഹു അലിഫ് എന്ത് ചെയ്യണം? ഖത്തിൻ്റെ അംസയാണ്, ഉച്ചരിക്കണം. ഉച്ചരിക്കണം. നൂനിനെ യഖ്ഫാ ചെയ്യണം. അപ്പോൾ ഓതേണ്ടത് ഖുൽ അൻസലഹു, നൂനിനെ യഖ്ഫാ ചെയ്യണം. പിന്നെ അൻസലഹുല്ലദി, അലിഫിനും ലാമിനും പിന്നെ എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, ലാമിന് ഉച്ചാരണം. പിന്നെ യഅലമുസ്സിറ, അവിടെയും അലിഫിന് ഉച്ചാരണമല്ല, കാരണം വസ്ലിൻ്റെ അംസയാണ്. ലാമിന് ഉച്ചാരണമല്ല, കാരണം ഷംസിയാണ്. പിന്നെ ഫിസ്സമാവാത്തി, അവിടെയും തദൈവ തന്നെ. അവിടെ ഫി കഴിഞ്ഞിട്ട് നീട്ടാനൊരു യാ ഉണ്ടാവും, പിന്നെ ഒരു അലിഫ് ഉണ്ടാവും, പിന്നെ ലാം ഉണ്ടാവും. 3 അക്ഷരത്തിനും ഉച്ചാരണമല്ല, കാരണം ഇൽത്തിക്കാ ഉസാക്കിനീൻ എന്ന നിയമപ്രകാരം. വൽ അറു, അവിടെയും വാവിൻ്റെ ശേഷം അലിഫിന് ഉച്ചാരണമല്ല, വസ്ലിൻ്റെ അംസയാണ്. ലാമിന് ഉച്ചാരണം ഉണ്ടാവും, ഖമരിയാണ്. പിന്നെ ഇന്നഹു, ഈ ഉച്ചരിക്കണം. ഖത്തിൻ്റെ അംസയാണ്. നൂനിനെ ഇദ്ഗാമോട് കൂടി ഉന്നത്ത് ചെയ്ത് പറയണം. അപ്പം എങ്ങനെ ഓതണം? ഇന്നഹു, തരിമുക്ക് 2 പ്രാവശ്യം തരിപ്പിക്കണം മിനിമം. പിന്നെ കാന 2 കതിർ നീട്ടിയാൽ മതി. വഫൂറർ റഹീമ, അവിടെ വഫൂറൻ എന്നുണ്ടാവും. പക്ഷേ എന്താ അവിടെ ചെയ്യേണ്ടത്? ഇദ്ഗാം ചെയ്യണം. പക്ഷെ എന്തില്ല? ഉന്നത്തുണ്ടാവില്ല. ഇദ്ഗാം ബില ഉന്ന, അതാണ് അവിടെ നിന്ന്. ആ ആയത്ത് എല്ലാവരും കൂടി ഒന്ന് ഓതിയേക്കാൻ. ഖുൽ വഫൂറർ റഹീമ, വഫൂറൻ എന്ന് പറയാൻ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന. പിന്നെ തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ പോവാം. ഖുൽ, എന്താർത്ഥം? പറയുക പ്രവാചകരെ. അൻസലഹു, ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് അല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ പരമരഹസ്യം അറിയുന്നവനാരോ അവനാണ്. ഇന്നഹു, തീർച്ചയായിട്ടും അവൻ, കാന ആയിരുന്നു അല്ല, റോങ്. കാന നിങ്ങൾ മദർസയിൽ പഠിച്ചതാവൂലേ? കാന എന്നുമെന്നും അങ്ങനെ തന്നെയാണെന്ന് അതിൻ്റെ അർത്ഥം. വഫൂറ, അങ്ങേയറ്റം പുറത്തു തരുന്നവനാണ്. റഹീമ, കരുണാനിധിയുമാണ്, റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. അപ്പോൾ തിരിച്ചു വരാം. എന്തിനാപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുൽ, നബിയെ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞത് എന്തിനാ? എന്താ ഇപ്പോൾ ഈ ആയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം? ഇതിൻ്റെ മുമ്പ് മക്കായിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും വിശുദ്ധ ഖുർആനെ പറ്റിയും എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ് എന്ന ഒരു വാദം, അല്ലേ?
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരോ എഴുതി കൊടുത്തത് പിന്നെ എഴുതി കൊടുത്തത് ഒരാൾ വായിച്ചു കൊടുക്കുകയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചു. അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ് ഇത് കുൽ. അവിടെ ഒരു രഹസ്യമുണ്ട്. ഈ ഒരുപാട് ആരോപണങ്ങൾ മക്കാ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയും വിശുദ്ധ ഖുർആനിനെതിരെയും ഇളക്കി വിട്ടല്ലോ. ആ ആരോപണങ്ങൾക്കൊക്കെ നബിയെ താങ്കൾ ദീർഘമായി ഒരു മറുപടി പറയേണ്ട ആവശ്യമില്ല, മറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ മതി. ശരിക്കും ഇപ്പം ആരോപണം ഉണ്ടാവുമ്പം അതിൻ്റെ അരും ചെരും ഒക്കെ പൊറുക്കിയെടുത്ത് ഇങ്ങനെ മറുപടി പറയലാണല്ലോ നമ്മുടെ സമ്പ്രദായം. എന്നാൽ അല്ലാഹു തആല പറയുന്നത് എല്ലായിടത്തും അങ്ങനെ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് പറഞ്ഞാൽ മതി? മുഹമ്മദ് നബി അജിബ് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ, മറിച്ച് കുൽ, ഇങ്ങനെ പറയുക. അപ്പം എന്തിനാ അപ്പം ഇങ്ങനെ പറയുക? അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രഹസ്യം അറിയുന്നവനാരോ അവനാണ് ഇതിനെ അവതരിപ്പിച്ചത്. അപ്പോൾ കുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പറയാൻ പറഞ്ഞത്. അപ്പം അതിന് നമുക്ക് മനസ്സിലാക്കാനുള്ള കുറേ തെറ്റായ വാദങ്ങളും തെറ്റായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ മറുപടി പറയുമ്പോൾ കുറേ ദീർഘിപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല, അന്തസത്ത മാത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അതുകൊണ്ട് അല്ലാഹു തആല കുൽ എന്ന പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദീർഘമായി നബിയെ താങ്കൾ വിവരിച്ചു കൊടുക്കേണ്ട. ആകാശഭൂമികളുടെ പരമരഹസ്യം അറിയുന്ന ആരാണോ ആ അള്ളാഹുവാണ് ഇതിനെ അവതരിപ്പിച്ചത്. അവരെന്തൊക്കെയാണ് പറഞ്ഞത്? ഒരാൾ വായിച്ചു കൊടുക്കുകയാണ്, കോപ്പി അടിച്ചതാണ്, അങ്ങനെ ഒരാൾ രാവിലെയും വൈകുന്നേരം പിന്നെ ഓതിക്കൊടുക്കുകയാണ്, അത് മുഹമ്മദ് നബി ഏറ്റു പറയാണ് എന്നീ ഒരുപാട് കള്ളവാദങ്ങൾ, ഇത്തിഹാമാത്തുകൾ അവർ പറഞ്ഞല്ലോ. അതിനൊക്കെ ഈ ഒരൊറ്റ മറുപടി പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പം നമുക്കതിന് കുറേ 10 പേജുള്ള മറുപടി പറയേണ്ട, ദീർഘമായ മറുപടിയുടെ ആവശ്യമില്ല എന്നതാണ് ആ കുൽ എന്ന പദപ്രയോഗം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നെ. ഇനി എവിടുന്നാ ഖുർആൻ വന്നത്, പിന്നെ ആരാണ് ഈ ഖുർആനെ പിന്നെ ഖുർആനിൽ സംസാരിക്കുന്നത് എന്നീ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. കുൽ അൻസലഹു, ഈ ഖുർആൻ ആര് ഇറക്കിയതാണ്? അല്ലാഹു തആല ഇറക്കിയതാണ്. ആ അല്ലാഹു എന്ന് പറയാതെ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സിഫത്ത്, ഒരു ഗുണം എടുത്തു പറയാണ്. എന്താണ് ആ ഗുണം? അല്ലദീ യഅലമു സിർറ. യഅലമു സിർറ എന്ന് പറഞ്ഞാൽ എന്താ? സിർറ് പറഞ്ഞാൽ എന്താ? രഹസ്യം. എന്തിനാ അസിർറ് പറഞ്ഞത്? അലിഫ്ലാം കൊടുത്ത് എന്തിനാ? പരമരഹസ്യം. ഒരു രഹസ്യം ഇല്ലാതെ എല്ലാ രഹസ്യവും അറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് അലിഫ്ലാം അസിറ എന്നാ കൊടുത്തത്. സിറ് എന്ന് മാത്രമല്ല, ചില രഹസ്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയും, നിങ്ങളത് എനിക്കും അറിയും. അപ്പോൾ സിറ് എന്ന് കൊടുക്കാതെ അസിറ് എന്ന് പറഞ്ഞതിലുള്ള സൂത്രം എന്താ? മുഴുവൻ രഹസ്യങ്ങളും പരമ രഹസ്യങ്ങളും. അപ്പം മനുഷ്യന് ഇനി പറയാം എവിടെയാണ് ആ രഹസ്യങ്ങളുള്ളത്? ഫിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എന്തൊക്കെ രഹസ്യങ്ങളുണ്ടോ അത് മുഴുവൻ അറിയുന്ന അല്ലാഹു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, എന്തിനാ ആകാശഭൂമികൾ എന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞത്? പ്രപഞ്ചം എന്ന് കാണിക്കാനാണ്. ഒന്നും വേണ്ട, നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം തലയണയിൽ, ഒരേ തലയണയിൽ തല വെച്ചുറങ്ങുന്ന ഭാര്യയുടെ മനസ്സിൻ്റെ അകത്തെ രഹസ്യം എനിക്കറിയാൻ പറ്റുമോ? നിങ്ങൾക്കറിയാൻ പറ്റുമോ? ഇല്ല. അറിയാൻ പറ്റുമോ? അങ്ങനെ അറിയാൻ പറ്റുമെങ്കിൽ എൻ്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ കടലിൽ കൊന്ന് തള്ളുവോ? ഇല്ല. അറിയോ? അറിയെങ്കിൽ തള്ളാൻ ഓള് വരും എൻ്റെ കൂടെ? ഇല്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം മനസ്സിലെ ഇരിപ്പ്, ആ കുടിയിരിപ്പ് എന്താണെന്ന് സ്വന്തം ബാപ്പക്കോ ഉമ്മക്കോ അടുത്ത ഭർത്താവിനോ ഭാര്യക്കോ കുട്ടികൾക്കോ മക്കൾക്കോ നാട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും അറിയില്ല. മനസ്സിൽ അപ്പോൾ കൊണ്ടാണ് അല്ലാഹു തആല അതുപോലും നമുക്കറിയില്ല എങ്കിൽ ആകാശഭൂമികളിലെ എന്തൊക്കെ രഹസ്യമാണുള്ളത് ആലോചിച്ച് നോക്കും. മനുഷ്യൻ ഇന്നേ വരെ പഠനം നടത്തിയിട്ടും പ്രപഞ്ചത്തെ പറ്റിയുള്ള പഠനം പൂർത്തിയായിനോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. ആ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ പറ്റിയുള്ള പഠനം പൂർത്തിയായിനോ? ഇല്ല.
ഒന്നും വേണ്ട. കൊട്ടാവി ഇടുന്നതിനെ പറ്റി. കൊട്ടാവി എന്നല്ല നിങ്ങൾ പറയാം? കൊട്ടുവായ. നമ്മുടെ നാട്ടിൽ കൊട്ടാവി എന്നറിയാം. കോട്ടുവായ എന്തുകൊണ്ടാണ് വരുന്നത്? ഇന്നേ വരെ ശാസ്ത്രത്തിനൊരു പിടുത്തം കിട്ടിയിട്ടില്ല, പൂർണ്ണമായി പിടുത്തം കിട്ടിയിട്ടില്ല. ക്ഷീണം വരുമ്പോൾ വരുന്നതാണ് അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ ഉറങ്ങുമ്പോൾ വായു പിന്നെ അകത്തേക്ക് പോവും. ആ വായു എന്ന് പറയുമ്പോൾ ആ വായു ഒഴിവാക്കാനുള്ള ഒരു ഏർപ്പാടാണ് എന്നൊക്കെ പറയാന്നല്ലാതെ എന്താ എന്നുള്ളത് അതുപോലും ശാസ്ത്രലോകത്തിന് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. പൂർണ്ണമായിട്ട് അതും ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒരു പൂർണ്ണ പഠനത്തിലേക്ക് ഇന്ന് പോലും എത്തിയിട്ടില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ അല്ലേ? ശാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ അവസ്ഥ അതാണ്. എങ്കിൽ ആലോചിച്ച് നോക്കൂ, ആകാശം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പറ്റിയുള്ള തന്നെ പൂർണ്ണമായ പഠനം ഇന്നേ വരെ പൂർത്തിയായിട്ടില്ല അല്ലേ? മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ അകത്തുള്ള കോടാനുകോടി ഞാടിഞ്ഞരമ്പുകൾ, അതിനെപ്പറ്റി ഓരോന്നിൻ്റെയും പ്രവർത്തനം ഇന്നും പൂർണ്ണമായിട്ടില്ല, പകുതിയോളൊന്നും ആയിട്ടില്ല. അപ്പം അതാണ് മനുഷ്യൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ. അപ്പം യഅലമു സിർറ ഫിസ്സമാവാത്ത്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തഅബീർ പിന്നെ പറയാനുള്ള കാരണം. അൻസലഹു, ഒന്നുകൂടി പിന്നെ റിവേഴ്സ് എടുത്തുന്ന അൻസലഹു, അതിനെ അവൻ അവതരിപ്പിച്ചു. ആര്? അല്ലദീ യഅലമു സിർറ, ഈ രഹസ്യമറിയുന്ന പരമരഹസ്യമറിയുന്ന അള്ളാഹു അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രചിച്ചു എന്നോ മുഹമ്മദ് നബി പറഞ്ഞു എന്നോ അങ്ങനെയുള്ള അല്ലെങ്കിൽ മുൻഗാമികളിൽ നിന്ന് കിട്ടിയെന്നൊന്നും അല്ല അള്ളാഹ് പറഞ്ഞത്. മറിച്ച് രഹസ്യമറിയുന്ന പരമരഹസ്യമറിയുന്ന അള്ളാഹുവാണ് ഇത് അവതരിപ്പിച്ചത്. അൻസല എന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ വേറെയും കുറേ പദങ്ങൾ, ആ ആശയം ദ്യോതിപ്പിക്കുന്ന പദങ്ങൾ കാണാം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം എന്ന ഒരു സ്ഥലത്തുണ്ട്. മറ്റൊരിടത്ത് വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻസിരീൻ എന്ന് അവിടെയും കാണാം. അപ്പോൾ അവിടെ തൻസീൽ അതുതന്നെയാണ് അൻസല എന്ന ആ പദപ്രയോഗം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇനി മറ്റൊരു സൂറത്ത് കാണാം. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പിന്നെ ഈ നമ്മുടെ മേൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഇല്ലാത്ത കളവ് കറ്റി പറയുകയാണെങ്കിൽ ല അഖദ്നാ മിൻഹു ബിൽ യമീൻ, വലത്തെ കൈകൊണ്ട് നാം അവനെ പിടികൂടും. സുമ്മല ഖതഅനാ മിൻഹുൽ വതീൻ, എന്നിട്ട് അവൻ്റെ ജീവനാടി നാം മുറിച്ചു കളയും. അപ്പോൾ പ്രവാചകനാണ് ഈ വിശുദ്ധ ഖുർആനിനെതിരെ ഇല്ലാത്തത് പറഞ്ഞതെങ്കിൽ ആ പ്രവാചകന് അപ്പം തന്നെ ശിക്ഷ ലഭിക്കും എന്ന പദപ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റിടത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം അല്ലദീ യഅലമു സിർറ എന്ന് പറഞ്ഞിടത്ത് എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാ. പക്ഷെ അത് പറയാതെ സിർറ എന്നുള്ള പദപ്രയോഗം വളരെ ചിന്തിക്കേണ്ടതാണ്. എന്തൊക്കെയാണത്? നേരത്തെ ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് ചിലപ്പോൾ ചിലത് മനസ്സിലാക്കാൻ പറ്റും, എന്നാലോ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ടോ. അപ്പോൾ അത് രണ്ടും അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ പരസ്യമാക്കിയാലും രഹസ്യമാക്കിയാലും ഒക്കെ അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. മറ്റൊരു സൂറത്ത് കാണാം, വ ഇൻ തജ്ഹർ ബിൽ ഖൗൽ, നിങ്ങൾ പരസ്യമാക്കിയാലും ഫ ഇന്നഹു യഅലമു സിർറ, അവൻ രഹസ്യമറിയുന്നു. എന്നിട്ട് അള്ളാഹ് ഒരു പദപ്രയോഗം ഉപയോഗിച്ചു, വ അഖ്ഫ, ആ രഹസ്യത്തെക്കാൾ ഗോപ്യമായി കിടക്കണത് അള്ളാഹു അറിയും അല്ലേ? രഹസ്യത്തെക്കാൾ ഗോപ്യമായി കിടക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും. അപ്പം മനുഷ്യന് ചിലപ്പം പുറംഭാഗം അറിയും, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ? അവൻ്റെ പുറംഭാഗവും അറിയും, അവൻ്റെ പ്രവർത്തനങ്ങളും അറിയും, അവൻ്റെ മനസ്സിലെ നിയ്യത്തും അറിയും, ഹൃദയം എന്തൊക്കെയാണോ ഒളിപ്പിച്ചു വെച്ചത് അതറിയും, മനുഷ്യൻ പറയാതെ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അറിയും, മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ അറിയും. അതുകൊണ്ടാണ് അള്ളാഹു തആല അള്ളാഹുവിനെ പറ്റി പറഞ്ഞ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? സൃഷ്ടാവായ അള്ളാഹു എല്ലാം അറിയുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്നിട്ട് അള്ളാഹിനെ പറ്റി പറഞ്ഞ എന്താ? വഹുവൽ ലത്തീഫ്. എന്താ അതിൻ്റെ അർത്ഥം? നിഗൂഢമായ കാര്യങ്ങൾ അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ പറയുന്നത് ഖബീർ, സൂക്ഷ്മജ്ഞനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാ. ഓക്കെ, നിങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ഒരു ഫോണ്, ഒരു ഇലക്ട്രോണിക് ഉപകരണം നിങ്ങൾ കൂട്ടുക. ആ ഇലക്ട്രോണിക് ഉപകരണം അത് ഉപയോഗിക്കണ ആ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഉപയോഗിക്കണം എനിക്കറിയും, എവിടേക്കാണ് അത് ചെയ്യേണ്ടത്. എന്നാൽ അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും പിന്നെ ആർക്കേ അറിയുള്ളൂ? അത് ഡിസൈൻ ചെയ്ത, അത് നിർമ്മിച്ച ആളുകൾക്ക് മാത്രമേ അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുള്ളൂ. ഇതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കും, മനുഷ്യൻ എന്ന ആ ഉപകരണം അത് മനുഷ്യനെ പറ്റി കുറേ അറിയും. ഏതുപോലെ ഈ ഫോൺ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ എനിക്കെല്ലാം അറിയോ? ഇല്ല. എല്ലാം അറിയോ? എല്ലാം അറിയില്ല. അതിൻ്റെ കുറേ ഭാഗങ്ങൾ എനിക്കറിയും. ഇതേപോലെ മനുഷ്യന് എന്ന ആ ജിഹാദിനെ പറ്റി, ആ ഉപകരണത്തെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ അറിയും. എന്നാൽ ശരിക്കതിനെപ്പറ്റി അറിയാരാ? മനുഷ്യനെ ഡിസൈൻ ചെയ്ത, സൃഷ്ടിച്ചു വെച്ച ആ നിർമ്മാതാവായ അള്ളാഹുവിന് മാത്രമേ മനുഷ്യൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു തആല എന്ത് പറഞ്ഞത്? യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ്. ഇനി അവിടെ അള്ളാഹു തആല എന്തുകൊണ്ട് ഫിസ്സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞത്? അതിനൊരു സൂത്രമുണ്ട്. ആകാശത്തിൻ്റെ അറിയോ? ഇല്ല. അപ്പം അതിരുകൾ നിശ്ചയിക്കാൻ കഴിയാത്തതാണ് ഏത്? പ്രപഞ്ചം എന്ന് പറയുന്നത്. മനുഷ്യന് അറിയണത് എന്താ? ഒരു പരിധി വരെ ഓനറിയുള്ളൂ. പരിധിക്കപ്പുറം മനുഷ്യനൊന്നും അറിയില്ല, അല്ലേ? ഇവിടെ അല്ലേ തന്നെ ഇപ്പം എനിക്കറിയില്ല, ഈ ചുമരിൻ്റെ അപ്പുറത്തുള്ളത് എനിക്കറിയില്ല, കാണൂല. ആലോചിച്ച് നോക്കൂ. അപ്പം പരിധികൾക്കപ്പുറമുള്ള കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്? അത് മനസ്സിലാക്കാനാണ് എന്ത് പറയുന്നത്? ഫിസ്സമാവാതി വൽ അർദ് എന്ന പദപ്രയോഗം അല്ലാഹു തആല ഉപയോഗിച്ചിട്ട്. അതുകൊണ്ടാണ് വ ഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു. അള്ളാഹിൻ്റെ അടുക്കലാണ് അദൃശ്യജ്ഞാനത്തിൻ്റെ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജ്ഞാനത്തിൻ്റെ താക്കോലുകൾ ആരുടെ അടുത്താണുള്ളത്? അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അത് ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റൊരാൾക്കും അത് അറിയില്ല എന്നുള്ളതാണ്. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമ. ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഗോപ്യമല്ല, അതൊക്കെ അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ എന്തിനാപ്പം ഇതിവിടെ പറഞ്ഞത്? കുൽ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയുന്ന അള്ളാഹുവാണ് ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ആ ഖുർആനിൻ്റെ മഹത്വം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മഹത്വം പറഞ്ഞുകൊണ്ടാണോ? അല്ല. പ്രപഞ്ചത്തിൻ്റെ രഹസ്യം, പരമരഹസ്യം അറിയണ ആ അള്ളാഹു ആണ് കേട്ടോ ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്ക് മറുപടി കൊടുക്കണത്? മക്കായിലെ മുശ്രിക്കുകൾക്ക് മറുപടി കൊടുക്കണത്. അപ്പം എന്തുണ്ടാവും? പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയുന്ന ആ അള്ളാഹു, ആ സൃഷ്ടാവ് അവതരിപ്പിക്കുമ്പോൾ അതിന് മനുഷ്യൻ എന്താണ് നന്മ, അവൻ്റെ ഹിദായത്തിന് വേണ്ടത് എന്താണ്, അല്ലേ? അവന് ജീവിക്കാൻ അവൻ്റെ പ്രകൃതിക്ക് യോജിച്ചത് എന്താണ്, അതൊക്കെ എന്തുണ്ടാവും? ആ ഖുർആനിലുണ്ടാകും എന്നത് തെളിവിനാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ് എന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇനി ആയത്ത് അവസാനിപ്പിക്കണ നോക്കി നിങ്ങൾ. എങ്ങനെ ആയത്ത് അവസാനിപ്പിക്കണത്? ഇന്നഹു കാന ഗഫൂറൻ റഹീമ, അല്ലേ? ഇന്നഹു, തീർച്ചയായും അവൻ. ആരാണ്? ആ പ്രപഞ്ചത്തിൽ പരമരഹസ്യം അറിയുന്നവൻ ആരോ, ആ ഒരുത്തൻ, അതാണ് ഇന്നഹു. അവൻ തീർച്ചയായും. കാന എന്ന് പറഞ്ഞാൽ എന്താ? കാന എന്ന് പറഞ്ഞാൽ ഇസ്തിംറാറിൻ്റെ അർത്ഥം കാണിക്കുന്ന. എന്താ ഇസ്തിംറാർ പറയുന്നത്? ഇസ്തിംറാർ കണ്ടിന്യൂസിൻ്റെ അർത്ഥം. ഇപ്പം പഠിച്ചവനെ അറിയാണ്. ഇപ്പം കാന, ഇപ്പം നമ്മൾ അർത്ഥം പറയുകയാണെങ്കിൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നലെ പഠിച്ചവനായിരുന്നു, ഇന്നോ ആ അർത്ഥം പറയാൻ പാടില്ല. അതുകൊണ്ടാണ് കാന ആ അർത്ഥത്തിനല്ല അവിടെ ഉപയോഗിച്ചത്. കാന ഇസ്തിംറാറിൻ്റെ അർത്ഥത്തിനാണ്. അതേപോലെ പിന്നെ എന്നുമെന്നും എന്ന് കാണിക്കാനുള്ള ആ അർത്ഥത്തിനാണ്. സാബിത്തും മുസ്തമിറുമാണ് ഏത്? കാന പ്രയോഗിക്കുന്നത്. അത് സ്ഥിരമാണ്, ഒരു മാറ്റവും ഉണ്ടാവില്ല. അതേപോലെ തുടരേ ഉണ്ടാവും ചെയ്യും എന്ന് കാണിക്കാനാണ് എന്ത് പറയുന്നത്? കാന. ഇനി പറയാം കാന അല്ലാഹു എന്താണ്? ഇന്നഹു കാന ഗഫൂറ റഹീമ. എന്താ ഗഫൂർ എന്ന് അറിയണത്? ആയത്ത് അവസാനിപ്പിക്കുന്ന ആ രഹസ്യങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മക്കായിലെ മുശ്രിക്കുകൾ വിശുദ്ധ ഖുർആനിനെയും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കളിയാക്കിയിട്ട് ഇല്ലാത്ത ആരോപണങ്ങൾ 100,000 അടിച്ചു വിട്ടിട്ട് അള്ളാഹു ഞാനാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? ഞാനാണിപ്പോൾ പഠിച്ചവൻ്റെ സ്ഥാനത്തെങ്കിൽ എന്താ ഞാൻ ചെയ്യുക? എൻ്റെ മനസ്സിലൊരു കുരുട്ടുണ്ടാവും. കാണിച്ചു തരട്ടടാ എനിക്ക്, അല്ലേ? കാണിച്ചു തരാമെന്നുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവും? ചാൻസ് കിട്ടി അങ്ങക്ക് ശിക്ഷ തരും, കല്ലെറിയും ഞാൻ, അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒളിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ കല്ലെറിയും, ആക്രമിക്കും ഞാൻ. നമ്മളെ മനുഷ്യൻ്റെ സ്ഥിതി അതല്ലേ? നമ്മൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയിട്ട് അനുഗ്രഹം ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹം ചെയ്തു തന്നിട്ട് അത് സ്വീകരിക്കുക മാത്രമല്ല, അതിനെ നിങ്ങൾ എന്താണ് പുച്ഛിച്ച് കളിയാക്കി ആകെ എരപ്പാക്കി ജനങ്ങളുടെ ഇടയിലാകെ നാറ്റി നിങ്ങളാക്കി തന്നാൽ എൻ്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായും ചാൻസ് കിട്ടിയാൽ ഞാൻ നിങ്ങളെ പ്രതികരിക്കും എന്നൊരു വാസനയല്ലേ എനിക്ക് ഉണ്ടാവുക, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഹിദായത്തിന് വേണ്ടിയിട്ട് ഈ മക്കായിലെ മുശ്രിക്ക് എന്നല്ല, ലോകത്തിലെ എല്ലാ മുശ്രിക്കുകൾക്കും ഹിദായത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ട് ആ ഖുർആനിനെ കളിയാക്കുക എന്ന് മാത്രമല്ല, ഖുർആനിൻ്റെ വാഹകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരസ്യമായി ഉപദ്രവിക്കുകയും കളിയാക്കുകയും എന്തൊക്കെ ചാൻസ് കിട്ടിയോ അതൊക്കെ അവർ ഉപയോഗിക്കുകയും ചെയ്ത, കളിയാക്കാൻ വേണ്ടി പരിഹസിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കും. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കണം, ഇന്നഹു കാന ഗഫൂറ റഹീമ. വല്ലാത്തൊരു വാക്കാണത്, അല്ലേ? ശിക്ഷ കൊടുക്കും എന്നല്ല പറഞ്ഞത്, എനിക്ക് ഞാൻ കാണിച്ചു തരാം, എന്നെ ഞാൻ ശിക്ഷിക്കും എന്നൊന്നും അള്ളാഹ് പറഞ്ഞില്ല. ഈ തെറ്റ് മുഴുവൻ ചെയ്ത, ഈ കുറ്റകൃത്യം മുഴുവൻ ചെയ്ത മനുഷ്യനോട് അന്നെ ഞാൻ കാണിച്ചു തരാന്നോ ശിക്ഷിക്കാൻ ഇങ്ങോട്ട് വാ എന്നൊന്നും പറഞ്ഞില്ല, അല്ലേ? സ്വന്തം മക്കള് തെറ്റ് ചെയ്ത നമ്മളെന്താ പറയാ? ഇജ്ജ് വരേക്കട് വാ, എനിക്ക് നന്നായി തരാം എന്നല്ലേ പറയാ? അള്ളാഹ് ഇങ്ങനെയൊക്കെ ഖുർആനിനെ കളിയാക്കിയിട്ടും ഖുർആൻ അള്ളാഹു തആല പറഞ്ഞെന്താ? ഇന്നഹു കാന ഗഫൂറ റഹീമ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു തആല അങ്ങേയറ്റം പുറത്തു വരുന്നവനാണ്. അള്ളാഹു തആല ആ പരമകാരുണികനാണ്. ഇതിങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? ഓക്കെ, എൻ്റെ മോൻ തെറ്റ് ചെയ്തു, വേണ്ടാത്ത എൻ്റെ മനസ്സിന് സഹിക്കാത്ത തെറ്റ് ചെയ്തു. ഓൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഓനെ ആലിംഗനം ചെയ്ത് മുത്തം കൊടുത്താൽ ആ മോൻ്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഇത്ര കാരുണ്യവാനായ ഒരു വാപ്പനെ ഞാൻ കണ്ടില്ല, അറിയില്ലേ? അല്ലേ? അതന്നെയാണ്. ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ റജാ അള്ള പുറത്തു വരും എന്നുള്ള ആ ആശ നിങ്ങൾ കളയരുത് കേട്ടോ, നിരാശപ്പെടണ്ട. നിങ്ങൾ ഇങ്ങനെയൊക്കെ കല്ലെറിഞ്ഞാലും നിങ്ങൾ തിരിച്ചു വരാൻ തയ്യാറുണ്ടോ? ഇതാ തൗബയുടെ ബാബ് തുറന്ന് വെച്ചിരിക്കുന്നു. അതൊരിക്കലും അള്ളാഹു അടക്കണില്ല. എന്താണ് വർഗറത്ത്, എന്താ പറയാന്? മരണം തൊണ്ടക്കുഴിയിലെത്തുന്നവരെ എന്തില്ല, ആ തൗബയുടെ ബാബ് അള്ളാഹു തആല അടക്കണില്ല. അത്ര കാരുണ്യവാനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ ഉപയോഗിച്ച പദം ഗഫൂർ എന്ന് എന്തുകൊണ്ടാണ് ഉപയോഗിച്ച്? ഗഫൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വണ്ണല്ല തെറ്റ് ചെയ്താലും, ഞാൻ പല പ്രാവശ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഗഫൂർ, ഗഫാർ, ഗാഫിർ. ഗാഫിർ 1 പ്രാവശ്യം, ഗഫാർ 5 പ്രാവശ്യം, ഗഫൂറോ 99 പ്രാവശ്യം, അല്ലേ? 100ഓളം പ്രാവശ്യം അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാനുള്ള കാരണം മനുഷ്യൻ എത്ര തെറ്റ് ചെയ്താലും, എത്ര വണ്ണമുള്ള തെറ്റ് ചെയ്താലും, അത് എത്ര വട്ടം ചെയ്താലും, ഒരേ തെറ്റ്, ഒരു വ്യഭിചാരം ഞാൻ 1000 വട്ടം ചെയ്തു, 60 വയസ്സായിട്ടാണ് ഞാൻ തൗബ ചെയ്യണം, അള്ളാഹ് സ്വീകരിക്കും. മരണത്തിന് മുമ്പാണ് നിങ്ങൾ തെറ്റ് ആ തൗബ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹ് ഗഫൂറാണ് കേട്ടോ എന്നാ നോക്കി നിങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ അള്ളാഹിനെ പറ്റി, അള്ളാഹിൻ്റെ പേരിൽ നിങ്ങൾ ശിർക്ക് ചേർത്താലും അതേപോലെ മറ്റെന്ത് പാപം ചെയ്താലും അള്ളാഹു തആല എന്താണ്? ഗഫൂറാണ്. ആ പക്ഷാതാപത്തിൻ്റെ തൗബയുടെ ബാബ് അള്ളാഹു തആല കൊട്ടിയടച്ചിട്ടില്ല. അത്ര വലിയ കാരുണ്യവാനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു. ഈ ഒരു സംഗതി നമുക്ക് എവിടുന്ന് കാണാൻ പറ്റും? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എവിടെ കൊണ്ടുപോയിട്ടുണ്ട്? കിണറ്റിലിട്ട്. പിന്നെന്താ ചെയ്യണത്? വേഗം പറഞ്ഞോളി. അടിമയായി വിൽക്കപ്പെടുന്നുണ്ട്, അല്ലേ? തുറുങ്കിൽ അടക്കപ്പെടുന്നു. ഇങ്ങനെ ഇതൊക്കെ ചെയ്തത് ആരാ? കാരണക്കാരാരാ? സ്വന്തം സഹോദരന്മാർ, അല്ലേ? സ്വന്തം സഹോദരന്മാർ. ആ സഹോദരന്മാർ ഇത്ര വലിയ തെറ്റ് തൻ്റെ കുഞ്ഞനുജനോട് ചെയ്തിട്ടും ആ കുഞ്ഞനുജന് എന്തായി? വലിയ സ്ഥാനവും മാനവും ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറുമ്പോൾ അവരോട് പ്രതികാരം ചെയ്യാണോ ചെയ്തത്? ഇല്ല. എന്താ പറഞ്ഞത്? ലാ തസ്രി. ബാപ്പനെയും ഉമ്മനെയൊക്കെ ആ സിംഹാസനത്തിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് ആ മക്കളൊക്കെ പാടെ സുജൂദ് ചെയ്യണ ആ ഒരു രംഗമുണ്ട്. അവിടെ
ആ യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്ന വാക്കെന്താ? ലാ തസ്രീബാലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും. അല്ലേ? നിങ്ങളോട് യാതൊരു പ്രതികാരവുമില്ല, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നു. ഇത്ര പിന്നെ ഒരു വിട്ടുവീഴ്ചയുടെ മനസ്സാണ് ആർക്കുണ്ടായത്? ഇങ്ങനെയൊക്കെ കല്ലേറ് കിട്ടിയ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ സഹിച്ച പ്രവാചകനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അല്ലേ? പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കഥ അങ്ങനെ തന്നെയാണ് അല്ലേ? തായിഫിലൊക്കെ പോയിട്ട് സ്വന്തം കുടുംബക്കാരത്തുനിന്ന് ഏറ് കിട്ടിയിട്ട് അവസാനം മക്കം ഫത്തേൻ്റെ അന്ന് എല്ലാവരും ഇങ്ങനെ പേടിച്ച് വരച്ചു നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ? ഇദ്ഹബൂ അൻതുമുത്തുലഖാ, അല്ലേ? നിങ്ങൾ പോയിക്കോളി, ഒക്കെ ഒരു ശിക്ഷയും അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നടപ്പാക്കില്ല. അത്ര കാരുണ്യത്തിൻ്റെ മഗ്ഫിറത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ പ്രവാചകന്മാരുടെ ചരിത്രമാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതുകൊണ്ടാണ് ഇന്നഹു കാന ഗഫൂറർ റഹീമ എന്ന പദപ്രയോഗം അള്ളാഹു ഉപയോഗിച്ചിട്ട്. അത് മതി അല്ലേ? അത് മതി. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അടുത്ത ആഴ്ച ഒരു പ്രശ്നമില്ല. എന്താ വെച്ചാൽ ഇഷ ഇപ്പം 7:40 ഇങ്ങോട്ട് വരാം. അതിന് പോലെ ഒരു കാര്യം പറയാം.